പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സമാധാനം നിറഞ്ഞൊരു ദിനമായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ ആകുലതകളും എല്ലാ ടെൻഷൻസും, നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റ് ചിന്തകളും എല്ലാം കർത്താവിനെ ഏറ്റെടുക്കും. കർത്താവ് നിങ്ങളുടെ വലത്തുകരം പിടിച്ച് ഒരു കുഞ്ഞിനെ എന്ന വണ്ണം നിങ്ങളെ നയിക്കും. സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് നൽകും. ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ മനസ്സിലിട്ട് തരുന്നൊരു ചിന്ത ഇതാണ്. സങ്കീർത്തനം 77:4 പറയുന്നത് പോലെ, കണ്ണു ചിമ്മാൻ അവിടം തന്നെ അനുവദിക്കുന്നില്ല, സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. അതായത് സംസാരിക്കാനാകാത്ത വിധം ആകുലതയുള്ള വ്യക്തികളുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ ആ നിമിഷത്തിൽ തന്നെ ടെൻഷനുമായിട്ട് എഴുന്നേറ്റ വ്യക്തികളുണ്ട്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാകാം, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളാകാം. ടെൻഷനുമായിട്ട് എഴുന്നേറ്റ വ്യക്തികളോട് കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. സങ്കീർത്തനം 77:11, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഒരു കാര്യം നീ ഓർക്കണം, കർത്താവ് ഇത്രയും നാളും കുറേ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വേദനയിലൂടെ നീ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴും കർത്താവ് നിന്നെ കരുതിയിട്ടുണ്ട്. അപ്പോഴും നിന്നെ കർത്താവ് പരിപാലിച്ചിട്ടുണ്ട്. നീ വിശ്വസിക്കണം, ഇപ്പോൾ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ടെൻഷനിൽ നിന്നും, വേദനയിൽ നിന്നും, മുറിവിൽ നിന്നും, സഹനത്തിൽ നിന്നും കർത്താവ് നിന്നെ കരകയറ്റും. തുടർന്ന് വചനം പറയുന്നു, ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി നീ ചിന്തിക്ക്. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ പ്രകടമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തൊന്ന് ചിന്തിക്കുക. നിനക്ക് മറികടക്കാൻ പറ്റും. മൂക്കിൽ നിന്ന് തീ വരുന്നത് പോലെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. കർത്താവ് ഇടപെടും. ഇന്ന് കർത്താവ് നിൻ്റെ ജീവിതമാവുന്ന നൗക വല്ലാതെ ഇളകി മറിയുന്നുണ്ടെങ്കിൽ, ഉഴലുന്നുണ്ടെങ്കിൽ, കർത്താവ് തരുന്ന വാഗ്ദാനമാ, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.